ലാൽ സലാം സഖാവേ, വെൽക്കം ടു ദുബായ്. എന്തായത് മുകുന്ദൻ, പോവാണോ? നാട്ടിൽ ചില്ലറ കശവിശയൊക്കെ ഉണ്ടായി എന്ന് വെച്ച് അന്യനാട്ടിൽ വെച്ചാണോ അതൊക്കെ പ്രകടിപ്പിക്കുന്നത്? മുകുന്ദ വരൂ, ഇരിക്കൂ. ഇരിക്കൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാട്ടിലെ കമ്പനികളൊക്കെ പൂട്ടിച്ച ശേഷമാണ് ഇങ്ങോട്ട് കയറി പോകുന്നത്. റിലാക്സ്, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അപ്പൊ എന്താ കുടിക്കാൻ വേണ്ടത്? ചായയോ കോഫിയോ ജ്യൂസോ? 1 minute. മിസ് മെർലിൻ, ഗെറ്റ് മീ എ ജ്യൂസ്. ഞാൻ തന്ന പരാതി കണ്ടോ? കണ്ടു, വായിച്ചു. ഇവിടെയും സജീവമാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. പരാതിയാണെങ്കിലും മലയാളം കണ്ടപ്പോൾ ഞാൻ നാടിനെ ഓർത്തുപോയി. കുഴപ്പങ്ങളെല്ലാം കണ്ടുപിടിച്ച് വിശദമായി എഴുതിയിട്ടുണ്ടല്ലോ. ഒരു യൂണിയൻ നേതാവുമായി തൊഴിൽ തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ നൊസ്റ്റാൾജിക്കാനുള്ള അനുഭവമാണ്. നാട്ടിൽ നിന്ന് പോകുന്ന ശേഷം ഐ റിയലി മിസ് ഇറ്റ്. ഗിവ് ടു ഹിം. യെസ് പ്ലീസ്. കഴിക്കേ. 100 കണക്കിന് തൊഴിലാളികളുള്ള സ്ഥാപനമല്ലേ. മുകുന്ദൻ ജോയിൻ ചെയ്ത് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് സഖാവിന്റെ യോഗ്യതയ്ക്കും മുൻകാല പരിചയവും അനുസരിച്ച് ഒരു പണി തരാൻ പറ്റിയില്ല. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. സമരം ചെയ്തത് കുഞ്ഞുണ്ണിയോടുള്ള വ്യക്തിവിരോധം കൊണ്ടല്ലെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ. എനിക്ക് തൃപ്തിയായി. അയ്യോ, ഞാൻ അതൊക്കെ അപ്പോഴേ മറന്നില്ലേ. ഇപ്പോഴത്തെ പ്രശ്നം നല്ലൊരു ജോലിയാ. മുകുന്ദൻ എന്ത് പണിയാ ഞാൻ തരിക? നാട്ടില് തൊഴിലാളികളെ നയിച്ചല്ലേ എക്സ്പീരിയൻസ് ഉള്ളൂ. പക്ഷെ സാരമില്ല, മേലനങ്ങി പണിയെടുത്ത് ശീലമില്ലാത്ത സഖാക്കൾക്ക് പറ്റിയ പണിയും എൻ്റെ കയ്യിലുണ്ട്. സഖ ഒരു കാര്യം ചെയ്യൂ. ഇതാ ഈ ഡാറ്റാസൊക്കെ ഈ ലാപ്ടോപ്പിലോട്ടൊന്ന് ഫീഡ് ചെയ്തോളൂ. പണിയില്ലാപ്പട പെരുകും നാടിന്, മോചനമില്ലെന്നറിയുക നാം. പണിയെത്തിക്കൂ കൈകളിലെല്ലാം, എന്നിട്ടാകാം കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ തൊലയട്ടെ. പാർട്ടി പഴയ തീരുമാനങ്ങളിൽ നിന്ന് അല്പസ്വല്പം മാറിയെങ്കിലും വ്യക്തിപരമായി ഞാൻ കമ്പ്യൂട്ടറിനെതിരാണ്. അല്ലാതെ അറിയാഞ്ഞിട്ടല്ല അല്ലേ? അതുപോട്ടെ. ഇതുവരെയുള്ള കഥ എന്താണെന്ന് വെച്ചാൽ, സഖാവ് ക്യൂബ മുകുന്ദൻ കാശുണ്ടാക്കാൻ ദുബായിലേക്ക് വണ്ടി കയറി. മേലനങ്ങി പണിയെടുക്കാൻ അറിയില്ല, ഭാഷ അറിയില്ല, കമ്പ്യൂട്ടർ പോലും അറിയില്ല. ഇതൊക്കെ അറിയാവുന്നവർ തന്നെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. പിന്നെ ആകെക്കൂടി അറിയാവുന്ന പണി സമരം ചെയ്യലാണ്. അതിവിടെ പറ്റുകയുമില്ല. ഒന്നിനും കൊള്ളാത്തവനെന്ന് സ്വയം ബോധ്യമായ സ്ഥിതിക്ക് ആ ജ്യൂസ് എവിടെ വെക്ക്. ഇറങ്ങി പോടാ ഇവിടുന്ന്. Seydi? Seydi? You Malabari? Mammootty, Mahalal, Stereoscopy. What? Mammootty, Mahalal, Stereoscopy. Stereoscopy no, Suresh Gobi. Stereoscopy. Stereoscopy no, Suresh Gobi. New film, Vyaja CD. Favdaram. No job, no house, no TV. You Nepali? I, Shumin, China. China? Communist China? Great Communist China? 你能找到一份好工作，下次我们见面的时候买我的 CD 哈。മർദ്ദകരും ചൂഷകരുമില്ലാത്ത ചൈന, തൊഴിലു തണ്ടി യൗവനങ്ങൾ അലയാത്ത ചൈന, നന്മയുടെ ജന്മഭൂമി നല്ല നാട് ചൈന, നല്ല നാട് ചൈന. മർദ്ദകരും ചൂഷകരുമില്ലാത്ത ചൈന, തൊഴിലു തണ്ടി യൗവനങ്ങൾ അലയാത്ത ചൈന.
Madame, c'est dit? No thanks. China! China! Wait! You China, I Kerala, communist. China full communist, Kerala full communist. Your Mao Zedong is our P. Krishnapillai. Ingulab Sindabad. ചൈനയും ഇന്ത്യയും തമ്മിൽ പണ്ട് യുദ്ധം ഉണ്ടായപ്പോ ഞങ്ങൾ ചൈനയോടൊപ്പം നിന്നു. പിന്നെ കിറ്റ് ഇന്ത്യ സമരം 1942 1942. അപ്പോ ബ്രിട്ടൻ സഖ്യകക്ഷി അതിന്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരിക്കലും മറക്കരുത്. യു സെല്ലിംഗ് വ്യാജ CD, ബാഡ് ബാഡ്. 不知道你在说什么，不买 CD 就算了。ചൈന പിച്ചക്കാരകാലം കഷ്ടം. ആരാ അത്? കള്ളൻ 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 ഓടി വരണേ, രക്ഷിക്കണേ, കള്ളൻ കള്ളൻ കള്ളൻ. ആരോടാ കള്ളൻ? കുടിക്കാൻ ഇല്ലോളം വെള്ളം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ബാഗ് തപ്പി നോക്കിയാണ്. അതിനിടന്ന് അലറണ. എന്റെ ബാഗ് തപ്പുമ്പോ എന്നോട് ചോദിക്കണ്ടേ? ചോദിക്കണമെങ്കിൽ താൻ ബാഗിനെടുത്ത് വന്ന് നിക്കണ്ടേ? അതെ, ഒരു ജോലിക്ക് വേണ്ടി ഒരാളെ പരിചയപ്പെടുത്തി തരാം, അതിന് ഈ പാർക്കിൽ വന്നാ മതിയെന്ന് ഒരു നാറി എന്നോട് പറഞ്ഞു. 600 ഏക്കറുള്ള ഈ പറമ്പിൽ രാവിലെ മുതൽ തെണ്ടി നടക്കണിയായി. അവനെയും തേടി ചതിച്ചതാ. വിശന്ന് ചാകാറായി, ദാഹം കൊണ്ട് തൊണ്ട വരണ്ടപ്പ അറിയാതെ ഇല്ലോളം ബാഗ് തപ്പിപ്പോയാണ്. ക്ഷമി. അത് ശരി. ഈ കണ്ഠ കൗവീനൊക്കെ കണ്ടാൽ വലിയ ഉദ്യോഗസ്ഥനാണെന്നേ തോന്നുന്നു. പണിയൊന്നുമില്ല അല്ലേ? സാറിനെന്തരാണ് പണി? പണി വല്ലതുണ്ടെങ്കിൽ പാർക്കിൽ വന്ന് കിടക്കുവോ? അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മൾ ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടികളാണല്ലേ? ബൈ ദ ബൈ, എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ജെയിംസ്, തിരുവനന്തപുരം. ഞാൻ മുകുന്ദൻ, ചെമ്മണ്ണൂരാണ്. താങ്ക് യു. അപ്പോ പൊതുവായ ഒരു അടിയന്തര പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ യലറോ? സോറി, അറബി അറിയില്ലല്ലേ? കൂടെ വരാൻ. പച്ചാപ്പിള് തിന്നാൻ കൊള്ളാം. കിലോ 10 ദിർഹം. നാട്ടിലെ 120 രൂപയേ ഉള്ളൂ. വേണ്ടേ? 6 ദിർഹം 50 ഫിൽസ്. നാട്ടിൽ 75 രൂപയേ ഉള്ളൂ. പക്ഷെ പാചകം ചെയ്യാൻ സ്ഥലമില്ലല്ലോ. നമുക്ക് ഇതിനേക്കാൾ വില കുറവും വാങ്ങിയ ഉടനെ തിന്നാൻ പറ്റുന്നതായ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ നോക്കാം. അയ്യോ, ദാ ഇരിക്കണേ, കിട്ടി. 4 എന്റെ കുബൂസ്. ഇത് തൈര്, രണ്ടും കൂടെ 2 ദിർഹം. നാട്ടിൽ 24 രൂപയേ ഉള്ളൂ. ഇതെങ്കിലും ഓക്കെ. നാളെ മുതൽ റംസാൻ നോമ്പ് തുടങ്ങിയാണ്. പിന്നെ പകല് പബ്ലിക്കായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഇവിടെ കൊതുക് അധികം ഇല്ലാത്തത് കൊണ്ട് പാർക്കിൽ നല്ല സുഖമായിട്ട് കിടക്കല്ലേ? കിടക്കാം, പക്ഷെ ഈ വാങ്ങിയ ഭക്ഷണം വേസ്റ്റ് ആവില്ലേ? അതെന്ത്? അവിടെ കിടക്കുമ്പോൾ പോലീസുകാരെടുത്തോണ്ട് പോകും. പിന്നെയുള്ള ഭക്ഷണത്തിന്റെ കാര്യം അവരല്ലേ നോക്കുന്നത്. ഒന്ന് പിടിച്ചേ. അവിടെയാണ് ബില്ലടക്കേണ്ടത്. ചെല്ലു. ദുബായിൽ വരുമ്പം ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. പിന്നെ ഒച്ചയും ബഹളവും അലുമ്പുകളൊന്നും കാണിക്കരുത്. അടുത്ത് VIP താമസിക്കുകയാണ്. പിന്നെ മറന്നു, ഒരു 10 ദിർഹം എടുത്തേ. ഈ ടെറസിൽ കിടക്കാൻ വാച്ച്മാന് ഞാൻ 20 ദിർഹം കൊടുക്കുന്ന താൻ കണ്ടില്ലേ? അതിന്റെ പകുതിയാണ് 10. അയാളോട് സംസാരിക്കുന്നതല്ലാതെ പണം കൊടുക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ. എല്ലാരെയും കാണിച്ചോണ്ട് ആരെങ്കിലും കൈക്കൂലി കൊടുക്കൂടോ? 10 ദിർഹം എടുത്തേ. 10 തന്നാ പിന്നെ പച്ചവെള്ളം കുടിക്കാൻ കൂടി പൈസ ഉണ്ടാവില്ല. അതിന് വഴിയുണ്ട്. നാളെ മുതൽ നോമ്പ് തുടങ്ങല്ലേ, പിന്നെ പകലൊന്നും കഴിക്കണ്ടല്ലോ. നോമ്പ് മുസ്ലിംസിനല്ലേ? നോമ്പ് ആരെടുത്താലും പുണ്യം കിട്ടും. അങ്ങനെയാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്, കേട്ടാ? നോമ്പ് തുറക്കുമ്പോ എന്ത് കഴിക്കും? വാകീറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും. ചില വഴികളൊക്കെ ഞാനും കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും 2 പച്ചമുളകും ഉണ്ടായിരുന്നെങ്കിൽ ഇത് കഴിക്കാനൊരു സുഖം ഉണ്ടാവുമായിരുന്നു. വിസിറ്റിംഗ് വിസ തീരുന്നതിന് മുമ്പ് ഒരു പണി കിട്ടിയാ മതിയായിരുന്നു. എനിക്ക് 7ാമത്തെ വിസിറ്റിംഗ് വിസയാ. 6 പ്രാവശ്യം ഞാൻ വിസ ചേഞ്ച് ചെയ്യാൻ ഇറാനിലെ കിഷ് ഐലൻഡിൽ പോയിട്ട് വന്ന്. പിന്നെയാണ് ഇത്. ജെയിംസിനെന്താ ഇത്രയും കാലമായിട്ടൊരു പണി കിട്ടാഞ്ഞത്? അതിൽ കാര്യമുണ്ട്. ഇന്റർവ്യൂ ചെയ്യണോമാര് എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചെന്ന് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് അവന്മാർക്ക് ആളെ പിടികിട്ടും. എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. അതെ, നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോ ബാങ്ക് വിളിക്കും. അപ്പൊ തന്നെ നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷണം കണ്ടല്ലോ, അതൊക്കെ ഫ്രീയാ, നമുക്കും കഴിക്കാം. അയ്യോ, അതൊക്കെ മോശല്ലേ?
മോശമാണ്. എന്നാ സാറൊരു കാര്യം ചെയ്യും, വല്ല സ്റ്റാർ ഹോട്ടലെങ്ങാനും പോയി കഴിക്കും. കയ്യിലഞ്ച് പൈസയില്ല, വെറുതെ പട്ടിണി ഇടന്ന് ചാകണ്ടെങ്കിൽ വന്ന് കഴിക്കുക. അതെ, ഭക്ഷണത്തിന് അങ്ങനെ ജാതി മതമൊന്നുമില്ല. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇതെടുത്ത് ഇങ്ങനെ വച്ചാ മതി. അയ്യോ, എൻ്റെ അതില്ല. കർച്ചീഫ് ഉണ്ടോ? ഉണ്ട്. എന്നാ അതെടുത്ത് തലയിലിട്ടിട്ടോ. ബാങ്ക് വിളി കേട്ടാൽ ഉടൻ തന്നെ അറ്റാക്ക് തുടങ്ങിക്കൊള്ളണം. ഇത് ഒന്ന് ബഹളം ഉണ്ടാക്കല്ലേ. ഒന്ന് വാ. ഒരു കൈയോടെ ദൈവം തന്നിരുന്നെങ്കിൽ. പിടി പിടി. ഭാര്യ. അയ്യോ, അത് ഒന്നിറങ്ങി പെട്ടെന്ന് വാരി ഇടാൻ. അതും കിടക്കട്ടെ. കവറ് കൊണ്ടുവന്ന് മോശമായാന്തോ. നാളെ മുതൽ ചാക്ക് എടുക്കൊണ്ട് വരാം. അതെ, ഈ അബ്ബാസ് എന്ന് പറയുന്ന ആള് നാട്ടുകാരനാണോ? അതെ, അടുത്ത സുഹൃത്തുമാണ്. ഓഹോ. ഇത് ഫിഷ് മാർക്കറ്റ് അല്ലേ? ഇവിടെ എന്താ? ഇവിടെ അന്വേഷിച്ച ആളെ പറ്റി അറിയാന്നാ പറഞ്ഞത്. വല്ല ഫിഷ് കമ്പനിയുടെ ഓണറോ മറ്റാണോ? ആയിക്കൂടുന്നില്ല. ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഈ അവസ്ഥയില് അല്ല, ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ആ മീനൊക്കെ ഒന്ന് ഒതുക്കി വെച്ചേ. മുകുന്ദ, നീ എന്താ ഇവിടെ? പാർട്ടിയുടെ വല്ല പരിപാടിയിട്ട് വന്നാണോ? വാ പറയാം. ഇയാൾക്ക് വേറെ വല്ല ബിസിനസ് ഉണ്ടോടെ? പിന്നെ മൂപ്പർക്ക് വൈകിട്ട് ഉണക്കമീൻ്റെ പണിയുണ്ട്. അത് ശരി. സമയവും പോയി. ഇയാളിത് ഇവിടെ പോയി കിടക്കും. അപ്പോ കുഞ്ഞുണ്ണി ദേഷ്യം തീർത്താണല്ലേ? അറിഞ്ഞൂടാ. മുകുന്ദൻ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ എത്തിപ്പെടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു ജോലി ശരിയാക്കണല്ലേ? ഒരു 5 മിനിറ്റ് മുമ്പ് വന്നിരുന്നതിൽ പറ്റിയ ഒരാൾ മുട്ടിച്ചേരായിരുന്നു. ഏതായാലും ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ സബ്ജി മാർക്കറ്റിൽ പോയി നോക്കട്ടെ. ചങ്ങാതിയുടെ സ്ഥിതി നേരിട്ട് കണ്ടല്ലോ, ഇനി പൊയ്ക്കൂടെ? അയാൾ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. ജെയിംസിന് ധൃതി ഉണ്ടെങ്കിൽ പോയി. എനിക്ക് ധൃതിയൊന്നുമില്ല. ഇന്നിനിപ്പോ കാര്യമായിട്ടുള്ള ഇന്റർവ്യൂ ഒന്നും ഇല്ലല്ലോ. പത്രത്തിൽ എന്താ ഇത്ര വലിയ വിശേഷം? ഇത് കരുണൻ എന്റെ സുഹൃത്താണ്. വരുന്ന തെരഞ്ഞെടുപ്പിന് നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. അത് ശരി. നാട്ടിൽ ഇത്രയും വലിയ ബന്ധങ്ങളുള്ള ആളാ ഇവിടെ വന്ന് കുബൂസും തൈര് അടിച്ചോണ്ട് കിടക്കണം. കഷ്ടം. സുഹൃത്ത് അവിടെ കിടന്ന് കൈയും കലാശമൊക്കെ കാണിക്കുന്നു. അതെ മുകുന്ദ, ആ നിൽക്കുന്ന അറബിയെ കണ്ടില്ലേ? ആള് വലിയൊരു കക്ഷിയാ. ഒരുപാട് കമ്പനികളുള്ള ആളാ. എന്റെ സ്ഥിരം കസ്റ്റമറാ. മൂപ്പര് വിചാരിച്ച ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റും. മനുഷ്യപ്പറ്റുള്ളവനാ. നിവൃത്തി ഉണ്ടെങ്കിൽ ചെയ്യും. ചെല്ല്, മൂപ്പരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അബ്ബാസിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതി. ഞാൻ കടയിലേക്ക് ചെല്ലട്ടെ, അവിടെ ആളില്ല. തിരക്കുഞ്ഞിട്ട് നമുക്ക് വൈകിട്ടോ മറ്റേ കാണാം. എന്നാ ശരി. السلام عليكم. وعليكم السلام ورحمة الله. هذا صديق مال عباس؟ زين زين زين. كم فلوس ابوي؟ 10 درهم. انا الشيل. خلي هذا خلي هذا ابوي. خلي هذا. ما في مشكلة، انا الشيل. تعال. يلا روح.
എന്താ അറബി പറഞ്ഞത്? ഒക്കെ ഞാൻ പറഞ്ഞോളാം. തനിക്ക് അറബി അറിയില്ലല്ലോ, കൂടെ വാ. باكر نسير ماليزيا رجاء بعد الشهر صال بالليل بالمكتب زين لازم تعال اليوم كلهم بيخلص لازم تعال اليوم بالمكتب كلهم بيخلص مع السلامة. شكرا.